ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചാർട്ട് പേപ്പർ കൊണ്ട് മേക്ക് ചെയ്യാൻ പറ്റുന്ന 3D എഫക്റ്റ് തരുന്ന ഒരു ആപ്പിളിൻ്റെ ക്രാഫ്റ്റ് വർക്കുമായിട്ടാണ്. ഞാനിവിടെ റെഡ് കളർ ചാർട്ട് പേപ്പറിൽ 2 സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ കളർ പേപ്പർ, ഒരു ഓഫ് വൈറ്റ് കളർ പേപ്പറും എടുത്തിട്ടുണ്ട്. അതും റൗണ്ട് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് ആപ്പിളിൻ്റെ ഷേപ്പ് വരുത്താനായിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. ഒരു പെൻസിൽ എടുത്തിട്ട് ഇതിൻ്റെ ഷേപ്പിൽ കറക്റ്റ് ആപ്പിളിൻ്റെ ഒരു ഷേപ്പ് കിട്ടാനായിട്ട് 2 സൈഡും ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. അതിനുശേഷം ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത് കണ്ടില്ലേ, ഇതുപോലെയാണ് വരഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതിൽ കൂടെ തന്നെ കറക്റ്റായിട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. രണ്ടും സെയിം ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണേ. ഇത് കുറച്ചധികം കട്ടിയുള്ള ചാർട്ട് പേപ്പർ ആയതുകൊണ്ട് തന്നെ കുറച്ച് കട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നല്ല കത്രിക തന്നെ ഇതിനായിട്ട് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എഡ്ജൊക്കെ കുറച്ച് ഭംഗിയില്ലാതായി പോകും കേട്ടോ. അതിനെ ഇതുപോലെ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് 2 പീസും സെയിം ആയിട്ട് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. രണ്ട് പേപ്പേഴ്സും ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇത് രണ്ടും കൂടി ഇതുപോലെ ഒരു ഫെവിക്കോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റിക്ക് എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് നോക്കുക കേട്ടോ. എല്ലാവിടെയും ഒന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം ഇങ്ങനെ അടുത്ത പീസും, നമ്മൾ 2 പീസാണല്ലോ ഇങ്ങനെ മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്, അപ്പോൾ ആ 2 പീസും ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. ഇതുപോലെ സെൻറ്ററിൽ വേണം കേട്ടോ നമ്മളിത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഇനി നന്നായി ഇത് ഫോൾഡ് ചെയ്ത് നോക്കിയതിന് ശേഷം എഡ്ജ് സൈഡിൽ എന്തെങ്കിലും ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇങ്ങനെ എക്സ്ട്രാ നിൽക്കുന്നുണ്ടെങ്കിൽ അതുകൂടി ഇങ്ങനെ കട്ട് ചെയ്ത് കളയുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഈ സൈഡൊക്കെ കാണാനായിട്ട് നല്ല നീറ്റായിട്ടുണ്ടാവും. ഇപ്പോൾ ഇതേ കണ്ടില്ലേ, ഞാൻ ഇത് മുഴുവനായിട്ട് ഇത് ഒട്ടിച്ച് കൊടുത്തിട്ട് എല്ലാ സൈഡും നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മളിതുപോലെ കട്ട് ചെയ്തിട്ട്, നേരത്തെ തന്നെ നമ്മൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സെയിം സൈസിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിനെ അതിൻ്റെ അകത്ത് ഒട്ടിക്കാനായിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ വരഞ്ഞു കൊടുക്കുക കേട്ടോ. സെയിം ആപ്പിളിൻ്റെ ഷേപ്പിൽ തന്നെയാണ് വരഞ്ഞു കൊടുക്കേണ്ടത്. പക്ഷേ നമ്മൾ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ള റെഡ് കളർ ചാർട്ടിലെ സെയിം സൈസിൽ കട്ട് ചെയ്യരുത്, അതിനേക്കാളും കുറച്ച് ചെറുതാക്കി കട്ട് ചെയ്യുക. അകത്ത് വെക്കുന്ന പീസ് നമുക്ക് കളർ പേപ്പർ എടുത്താലും മതിയാകും കേട്ടോ. അപ്പോൾ ഒരുപാട് കട്ടീൻ്റെ ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ഈ പേപ്പർ തന്നെ ഒരുപാട് കട്ടിയുണ്ട്, അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ അകത്ത് വെക്കുന്ന പേപ്പർ കളർ പേപ്പർ എടുത്താലും മതിയാകും കേട്ടോ. ഇപ്പോൾ ഈ ഒരു കളർ, അതായത് ഈ ഒരു ഓഫ് വൈറ്റ് കളർ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അല്ല എന്നുണ്ടെങ്കിൽ വൈറ്റ് കളർ നമ്മൾ സാധാ നോർമൽ നമുക്ക് A4 ഷീറ്റ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അതായാലും മതിയാകും കേട്ടോ. ഇനി ഇത് നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആപ്പിളിൻ്റെ പുറം സൈഡ്, പുറത്തേക്ക് കാണാൻ പറ്റുന്ന സൈഡ് ഇതുപോലെ എടുത്തതിന് ശേഷം അതിൻ്റെ അകത്തൊന്ന് വെച്ച് നോക്കുക നമുക്ക്. എന്നിട്ട് അതിൽ ഒന്ന് ഗ്ലൂ ആക്കിയതിന് ശേഷം നന്നായിട്ട് അതിനെയും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ. അകത്ത് കറക്റ്റ് സെൻട്രലായിട്ട് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതേ ഞാനിവിടെ ഒരു സ്കെച്ച് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻട്രലായിട്ട് ഇതുപോലെ 2 ഡോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ഒറിജിനൽ ഫീൽ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും ആപ്പിളിൻ്റെ ആ ഒരു സീഡ് പോലെയാണ് കേട്ടോ തോന്നുന്നത്. അപ്പോൾ ഇത്ര റെഡിയായി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു ലീഫിൻ്റെ പീസ് കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ആപ്പിളിൻ്റെ ബാക്കിലായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം 2 ഭാഗത്തും കൂടിയിട്ട് സെൻട്രലായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് നോക്കണം. കാരണം ഇനിയിപ്പോൾ അഴിഞ്ഞു വീഴുകയാണെങ്കിലൊക്കെ നമുക്ക് അത് രണ്ടിൻ്റെയും കൂടി ഒരു ബാലൻസ് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ അതും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേ അടിപൊളി ഒരു 3D എഫക്റ്റ് തരുന്ന ആപ്പിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. സീ യു നെക്സ്റ്റ് ടൈം.